ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആത്മമിത്രം ബ്രദറൻ ഡോക്ടർ മീഡിയയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുയേശുവിൻ്റെ വലിയൊരു നാമത്തിൽ പ്രഭാതവന്ദനം അറിയിക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുള്ള ദൈവജനം കർത്താവിനെ ഓർക്കുകയും ഓർത്ത് ആരാധിക്കുകയും ചെയ്യുന്നതായ ഈ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ ദൈവജനത്തോട് ചേർന്ന് ഒരു ചെറിയ ചിന്ത ഇന്ന് നിങ്ങളോട് ചേർന്ന് ചിന്തിക്കാമെന്ന് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. അതിനാധാരമായി ഇന്ന് ഹോശേയ പ്രവചനം 7-ാം അധ്യായത്തിൽ നിന്നാണ് ചില ചിന്തകൾ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. എഫ്രൈമിനെ കുറിച്ചാണ് പൊതുവായിട്ടുള്ള ചിന്ത നാം ചിന്തിക്കാനായിട്ട് പോകുന്നത്. എഫ്രൈം എന്ന ഗോത്രത്തെ പറ്റി ആദ്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഹോശേയ പ്രവചനം 4-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിലാണ്. അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: എഫ്രൈം വിഗ്രഹങ്ങളുടെ കൂട്ടാളിയായി അവനെ വിട്ടുകളയുക. മദ്യപാനം കഴിയുമ്പോൾ അവർ പരസംഗം ചെയ്യും. അവരുടെ പ്രഭുക്കന്മാർ ലജ്ജയിൽ അത്യന്തം ഇഷ്ടപ്പെടുന്നു. ഇവിടെ എഫ്രൈമിനെ കുറിച്ചുള്ളതായ ഒരു പ്രസ്താവനയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. എഫ്രൈം ഗോത്രം ഇങ്ങനെ അധപ്പതിക്കുവാൻ എന്താണ് കാരണം എന്ന് ചിന്തിക്കുകയാണ്. എഫ്രൈം എന്ന പേരിൻ്റെ അർത്ഥം വർധനവെന്നാണ്. സങ്കടദേശത്ത് തന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാണ് യോസേഫ് ഈ മകന് എഫ്രൈം എന്നും മൂത്തവന് മനശ്ശെ എന്നും പേരിട്ടത്. അപ്പോൾ ഈ വർധനവ് ഈജിപ്തിലെ രണ്ടാമനായി ഉയർത്തപ്പെട്ട യാക്കോബിൻ്റെ ഇഷ്ടപുത്രനായ യോസേഫിൻ്റെ 2-ാമത്തെ പുത്രനാണ് എഫ്രൈം. പേരിൻ്റെ അർത്ഥം എന്നവണ്ണം മിസ്രൈമിൽ വളരെ സമൃദ്ധി അഥവാ വർധനവിൻ്റെ സമയത്താണ് തൻ്റെ 2-ാം പുത്രനായ എഫ്രൈം ജനിച്ചത്. അത് ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായത്തിൻ്റെ 50-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. ചില വർഷങ്ങൾ കഴിഞ്ഞു. ദൈവം ഫറവോന് കൊടുത്ത സ്വപ്നം പോലെ ദേശത്ത് വലിയ ക്ഷാമം ഉണ്ടായി. അതിനാൽ മിസ്രൈമ്യർ ധാന്യമുണ്ടെന്നറിഞ്ഞ് യാക്കോബിൻ്റെ മക്കൾ ഈജിപ്തിലേക്ക് പോയി. ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം സഹോദരന്മാർക്ക് യോസേഫ് സ്വയം വെളിപ്പെടുത്തി. പിന്നീട് യാക്കോബും തൻ്റെ കുടുംബാംഗങ്ങളായ 70 പേരും സ്വന്തം ദേശത്ത് നിന്ന് മിസ്രൈമിൽ പോയി പാർത്തു. അത് നാം 42 മുതൽ 47 വരെയുള്ള അധ്യായങ്ങളിൽ, ഉൽപ്പത്തി പുസ്തകം 42 മുതൽ 47 വരെയുള്ളതായ ഈ അധ്യായങ്ങൾ നമുക്കത് കാണാൻ കഴിയും. അതിന് യാക്കോബ് തൻ്റെ മകനായ യോസേഫിനോട്, മിസ്രൈമിൽ നിൻ്റെ അടുക്കൽ ഞാൻ വരും മുമ്പ് നിനക്ക് മിസ്രൈം ദേശത്ത് ജനിച്ച 2 പുത്രന്മാരായ മനശ്ശെയും എഫ്രൈം എനിക്കുള്ളവരായിരിക്കട്ടെ, റൂബേനും ശിമിയോനും പോലെ ആയിരിക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉൽപ്പത്തി 48-ന്റെ 5. ഇങ്ങനെ എഫ്രൈം ഗോത്രം യാക്കോബിൻ്റെ 12 ഗോത്രത്തോടുകൂടെ എണ്ണപ്പെടുന്നു. യോസേഫിൻ്റെ മക്കളെ യാക്കോബ് എന്ത് ചെയ്തു? അനുഗ്രഹിച്ചപ്പോൾ 2-ാമനായ എഫ്രൈമിൻ്റെ തലയിൽ കൈവച്ചും 1-ാമനായ മനശ്ശെയുടെ തലയിൽ ഇടം കൈ വെച്ചും അനുഗ്രഹിച്ചു. പിതാവ് യാക്കോബിന് കാഴ്ചക്കുറവ് മൂലമായിരിക്കാം ഇങ്ങനെ ചെയ്യുന്നതെന്ന് യോസേഫ് ചിന്തിച്ചു. മൂത്ത മകനായ മനശ്ശെയുടെ തലയിലാണല്ലോ വലങ്കൈ വയ്ക്കേണ്ടത്. യാക്കോബിനോട് പറഞ്ഞപ്പോൾ യാക്കോബ് ഉത്തരം പറഞ്ഞത്, എഫ്രൈം മൂത്തവനായ മനശ്ശെയേക്കാൾ വലിയവനായി തീരുമെന്നാണ്. ഇങ്ങനെ ചെയ്യുന്നത് എന്താണ് എന്ന് അവന് ചെറിയ ശങ്കയില്ലാതില്ല യോസേഫ്. ഉൽപ്പത്തി 48-ന്റെ 13 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അറിയാം. അപ്പോൾ മനശ്ശെയേക്കാൾ ജനനത്തിങ്കൽ എഫ്രൈം ആരോഗ്യം കുറഞ്ഞവനായിരുന്നു എന്നാണ് ഈ ഹോശേയ പ്രവചനം 13-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം നമുക്ക് കാണാൻ കഴിയുന്നു. ഞാനതൊന്ന് വായിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. നോവ് കിട്ടിയ സ്ത്രീയുടെ വേദന അവന് ഉണ്ടാകും. അവൻ ബുദ്ധിയില്ലാത്ത മകൻ. സമയമാകുമ്പോൾ അവൻ ഗർഭദ്വാരത്തിങ്കൽ എത്തുന്നില്ല. ഇത് എഫ്രൈമിനെ കുറിച്ചുള്ള ഒരു പ്രവചനമാണ്. അപ്പോൾ അവന് ശക്തിയില്ലാത്തവനായിരുന്നു.
അങ്ങനെ ശക്തിയില്ലാത്തവനായ ഈ എഫ്രൈം ഏറ്റവും ഉന്നതമായ നിലയിൽ എത്തിച്ചേരുവാൻ ഇടയായി. ദൈവം ബലഹീനനായ എഫ്രൈമിനെ തനുമേലുള്ള അനുഗ്രഹപ്രകാരം വളരെ വർദ്ധിപ്പിച്ചു. അങ്ങനെ എഫ്രൈം ഗോത്രത്തിൽ നിന്നും യോശുവ എന്ന ആദ്യ ന്യായാധിപൻ എഴുന്നേറ്റു. അവൻ ഇസ്രായേലിനെ വാഗ്ദത്ത ദേശത്ത് എത്തിച്ചു. യോശുവയുടെ കാലത്ത് എഫ്രൈം ഗോത്രം ദൈവത്തോട് വളരെ അടുത്ത് ജീവിച്ചു. യോശുവ പോലെ അവർ ശൂരന്മാരായിരുന്നു. ദൈവഭയം അവരിലുണ്ടായിരുന്നു. നീതിക്ക് വേണ്ടി ചില പ്രഭുക്കന്മാരൊക്കെ ഇസ്രായേൽ സൈന്യത്തോട് എതിർത്ത് നിന്നിരുന്നു. വ്യാപാരത്തിലും ഇവർ ഉയർന്ന നിലയിൽ ഉള്ളവരായിരുന്നു, ധനവാന്മാരായിരുന്നു എന്ന് ഹോശേയ 12-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇങ്ങനെയുള്ള ദൈവിക അനുഗ്രഹത്താൽ ഇവരെന്ത് ചെയ്തു? ഇവർ അഹങ്കരിച്ചു, ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു. അവരെ കൂടാതെ ഒരു കാര്യവും ഇസ്രായേലിൽ ചെയ്യരുതെന്നുള്ള നിയമം ഉണ്ടാകാൻ ഇടയായി തീർന്നു. അത് ന്യായാധിപന്മാരുടെ പുസ്തകം 8-ാം അധ്യായത്തിലും 12-ാം അധ്യായത്തിലും നമുക്ക് കാണാനായിട്ട് കഴിയും. നോക്കുക, ഈ വിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അവർ സാധാരണയായിട്ട് അവർ ദൈവസന്നിധിയിൽ താഴുകയാണ് വേണ്ടത്. വയലുകളിൽ നല്ല നിറഞ്ഞ മണികൾ അതെന്ത് ചെയ്യും? അത് കൊയ്തെടുക്കാറാകുമ്പോൾ എന്തു ചെയ്യും? അത് സ്വയമേ ഒന്ന് കുനിയും. ആ കുനിഞ്ഞു നിൽക്കുന്ന നെൽക്കതിരുകളെ അതിൻ്റെ ഉടമസ്ഥൻ കട്ട് ചെയ്തെടുക്കും. അതിൻ്റെ നിറം വളരെ പവിഴനിറമാണ്, നിറഞ്ഞ മണികളാണ്. നിറഞ്ഞ മണികൾ നിൽക്കുന്ന നെൽച്ചെടികൾ അത് പാകമാകുമ്പോൾ കൂനുക അല്ലെങ്കിൽ കുനിഞ്ഞു നിൽക്കുന്നതിന് തുല്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിനെയാണ് കൊയ്തെടുക്കുന്നത്. നോക്കുക, അതോടൊപ്പം തന്നെ യാതൊരു വിധമായ ഫലങ്ങളില്ലാത്തതായ കതിരുകൾ നേരെ നിവർന്നു നിൽക്കുന്ന കാണാൻ കഴിയും. രണ്ടും ഒരുപോലെ വയലിൽ അത് ആയിരുന്നതാണ്. ഒന്ന് ഫലമുള്ളതും ഒന്ന് ഫലമില്ലാത്തതും. നോക്കുക, ഇവിടെ എഫ്രൈം അവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവരെ കൂടാതെ ഒരു കാര്യവും നടക്കരുത് എന്നുള്ള ആ ശാഠ്യം നമുക്കിവിടെ കാണാണ്ട് കഴിയും. ഇവിടെ 8-ാം അധ്യായം, ന്യായാധിപന്മാരുടെ പുസ്തകം 8-ാം അധ്യായത്തിൽ അവിടെ ഗിദെയോനെ സംബന്ധിച്ചാണ് കാണുന്നത്. എഫ്രൈമർ, നീ മിദ്യാനോട് യുദ്ധം ചെയ്യുവാനായിട്ട് പോയപ്പോൾ ഞങ്ങളെ വിളിക്കാഞ്ഞതെന്ത്? ഇങ്ങനെ ഞങ്ങളോട് ചെയ്യുവാൻ എന്ത് സംഗതി എന്ന് പറഞ്ഞു. അവനോട് ഉഗ്രമായിട്ട് വാദിച്ചു. നോക്കുക, ഈ എഫ്രൈമ്യർ ഈ ഗിദെയോനോട് അവർ ഉഗ്രമായിട്ട് വാദിക്കുന്നത് നമുക്ക് കാണാണ്ട് കഴിയും. അതെന്താണ് അതിൻ്റെ കാര്യം? ഇവരാണ് ഉന്നതർ. അതുകൊണ്ട് ഉന്നത ഭാവം അവർക്കുണ്ടായിരുന്നു. ഈ ഗിദെയോനോട് വളരെ അസൂയ ആയിട്ടാണ് ഇടപെടുന്നത്. 3, ഈ എഫ്രൈമർക്ക് വളരെ ആ ഈഗോ അവർക്കുണ്ടായിരുന്നു. അങ്ങനെ ഈ മൂന്ന് ദുർഗുണങ്ങൾ അവരിൽ ഉണ്ടായിരുന്നു. 1 ഉന്നത ഭാവം, 2 അസൂയ, 3 ഈഗോ. അതുകൊണ്ട് ഈ നിലയുള്ളതായ സ്വഭാവം വാസ്തവത്തിൽ ക്രിസ്തീയ മേഖലകളിലും ഇന്ന് വർദ്ധിതമായി വരികയാണ്. സഭകളിലത് കാണാൻ കഴിയും. അതുകൊണ്ട് വരുന്നത് ദോഷം എന്താണെന്ന് വെച്ചാൽ സഭകൾക്ക് പലപ്പോഴും ഉണർവുണ്ടാകാതെ വരുന്നു, അനുഗ്രഹം ഉണ്ടാകാതെ വരുന്നു, ആത്മാക്കൾ പുതുതായിട്ട് വരാതെ വരുന്നു, ഉള്ള ആത്മാക്കൾ നഷ്ടപ്പെട്ടു പോകുന്നു, സഭയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് എഫ്രൈമ്യർ ആ നിലയിൽ അടിച്ചമർത്തി ഭരിക്കുന്നതായ ഒരു ചിത്രം ഇന്ന് നമുക്ക് കാണാണ്ട് കഴിയും. ഇവിടെയും ഗിദെയോനോട് വന്ന് അവർ വഴക്കിടുകയാണ്. അപ്പോൾ ഗിദെയോൻ പറഞ്ഞെന്താണെന്നറിയാമോ? 8-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. അതിന് അവൻ, നിങ്ങളോട് ഒത്തു നോക്കിയാൽ ഞാൻ ഈ ചെയ്തത് എന്തുള്ളൂ? അബിയേസറിൻ്റെ മുന്തിരിയെടുപ്പിനേക്കാൾ എഫ്രൈമിൻ്റെ കാലാപുരക്കല്ലയോ നല്ലത്? നോക്കുക, അവരോടൊന്ന് ഒത്തു നോക്കിയാൽ എന്നെക്കൊണ്ട് സാധിച്ചത് എന്തുള്ളൂ എന്ന്
അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ അവർക്ക് അവനോടുള്ള കോപം ശമിച്ചു. നോക്കുക, ഒന്ന് പൊക്കി പറഞ്ഞാൽ മതി, അവരെ ഒന്ന് ഹൈഫൈ ചെയ്താൽ മതി. അവരൊന്ന് പൊക്കി പറഞ്ഞു, അവരൊന്ന് ഹൈഫൈ ചെയ്തപ്പോൾ നോക്കുക, എഫ്രൈമിയരുടെ കോപം ശമിച്ചു. ഇത് തന്നെയൊക്കെയാണ് ഇന്ന് ആത്മീയ ലോകത്തിലും കാണാൻ കഴിയുന്നത്. അത് ജഡത്തിൻ്റെ സ്വഭാവങ്ങളാണ്. മറ്റുള്ളവരെ അംഗീകരിക്കാതിരിക്കുക, മറ്റുള്ളവരിന് ബഹുമാനം കൊടുക്കാതിരിക്കുക. എന്നാൽ ഫിലിപ്പി ലേഖനം എന്താ പറയുന്നത്? ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, എന്ത് ചെയ്യാണ്, അതെ, നിങ്ങൾ മറ്റുള്ളവരെ, എളിയവനെയും കൂടെ എന്ത് ചെയ്യണം, അവനെ ആദരിക്കണം. എളിയവനെ ആദരിക്കുന്നവനാണ് ഭാഗ്യവൻ എന്ന് മറ്റൊരു സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. ഫിലിപ്പി ലേഖനം അത് 3-4 വാക്യങ്ങൾ, 2-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ അത് വേണ്ടതിൽ ഗ്രഹിക്കുകയോ പഠിക്കുകയോ ചെയ്യാതെ, അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം എല്ലാ സൺഡേകളിലും വളരെ വാചാലമായി ധ്യാനിക്കുകയും പഠിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ധാരാളം ആളുകളില്ലേ? അപ്പോൾ എന്താണ് ഈ 3-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്? നമുക്ക് നോക്കാം. അവിടെ ഇരിക്കുന്നത് ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവിൻ. 4-ാമത്തെ വാക്യം, ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണം കൂടെ നോക്കണം. നോക്ക്, 2 വാക്യങ്ങളിൽ ഇവിടെ നമ്മെ ഓർപ്പിക്കുന്നത് എന്താണ്? ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളണം. മാത്രമല്ല, ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണം കൂടെ നോക്കണമെന്നാണ്. അപ്പോൾ ഇവിടെ എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഒരു സ്ഥലം സഭയുള്ളതായ ആളുകൾ എന്ത് ചെയ്യാണ്? അവരുടെ ഐക്യതയെ കാണിക്കുകയാണ്. ഒരു പക്ഷേ ചെറിയവനായിരിക്കാം, സാമ്പത്തിക ശേഷി കുറഞ്ഞവനായിരിക്കാം, എങ്കിലും അവനെന്ത് ചെയ്യണം? അവനെ ശ്രേഷ്ഠനായിട്ട് എണ്ണണം എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. അതുകൊണ്ട് മാത്രമല്ല, ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല, പിന്നെ മറ്റുള്ളവൻ്റെ ഗുണം കൂടെ അന്വേഷിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ പ്രത്യേക സമയത്ത് ഞാൻ നിങ്ങളോട് ആ കാര്യങ്ങളൊന്ന് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ ഫ്രാങ്ക് ബോർമാൻ എന്ന് പറയുന്നതായ ഒരു വലിയൊരു ശാസ്ത്രജ്ഞൻ താൻ ചന്ദ്രനിൽ നിന്ന് ഭൂമിയിലേക്ക് ഒന്ന് നോക്കിയപ്പോൾ സകല രാജ്യങ്ങളും ഒരെണ്ണമായിട്ട് എന്ത് ചെയ്തു? അവന് കാണാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ ബോർമാന് ആ പാട് അതിശയം തോന്നി. ബോർമാൻ നോക്കിയപ്പോൾ ഇത്ര വലിയ രാജ്യങ്ങൾ എന്ത് ചെയ്തു? ഒരു രാജ്യം പോലെ തോന്നിയാണ്. അപ്പോൾ ഉയരത്തിൽ നിന്ന് നോക്കിയതാണ്. അതുകൊണ്ട് കാൽവറിയിലെ ക്രൂശിലെ ആ ബന്ധം നമ്മെ പലരാണെങ്കിലും ഒന്നാക്കി തീർത്തിരിക്കുകയാണ്. ഇവിടെ ഞാനിപ്പോൾ ഓർപ്പിച്ചല്ലേ, ഫ്രാങ്ക് ബോർമാൻ ആ കാര്യമാണ് നമ്മെ ഓർപ്പിക്കുന്നത്. താൻ ചന്ദ്രനിലെത്തിയതിന് ശേഷം താഴോട്ട് നോക്കിയപ്പോൾ ഒറ്റ രാജ്യമായിട്ട് കണ്ടു. പ്രിയപ്പെട്ടവരെ, ഇന്ന് എത്രയോ വിവിധ ധ്രുവങ്ങളാണ് സഭയ്ക്കുള്ളിൽ ആയിരിക്കുന്നത്. അതുകൊണ്ട് അത് വരാൻ പാടില്ല. ഓരോരുത്തർ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണം കൂടെ നോക്കണം. ആ ഗിദെയോൻ മുഖാന്തരമാണ് മിദ്യാന്യരെ പരാജയപ്പെടുത്തിയത്. എത്രയോ വർഷങ്ങളായിട്ട് ഈ ഇസ്രായേലർ അവരാൽ എന്ത് ചെയ്യുന്നു? അവരാൽ ക്ഷയിച്ചു പോയതാണ്. മിദ്യാന്യരാൽ ക്ഷയിച്ചു പോയതാണ്. അത് നാം വായിക്കുന്നുണ്ട് 6-ാം അധ്യായം, ന്യായാധിപരുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ. അങ്ങനെ ഈ ക്ഷയിച്ചു പോയതായ ആളുകളെ എന്ത് ചെയ്തു? രക്ഷപ്പെടുത്തുന്നത് അല്ലെങ്കിൽ രക്ഷിച്ചത് ആരാണ്? ഈ ഗിദെയോനാണ്. എന്നാൽ അവൻ്റെ ആ കുലത്തെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? എഫ്രൈമ്യർ അവന് എതിരായിട്ട് നീങ്ങുന്നതും അതോടൊപ്പം തന്നെ അവനെ ആ നിലയിനോട് ഉഗ്ര കോപം വരുത്തുന്നതും നമുക്ക് കാണാണ്ട് കഴിയും. എന്നാൽ അവനോട് ചോദിച്ചത്, നീ ഞങ്ങളെ വിളിക്കാഞ്ഞതെന്ത് എന്ന് ചോദിച്ചു. അപ്പോഴാണ് അവനൊന്ന് ഉയർത്തി പറഞ്ഞപ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഒന്ന് പരിഹരിക്കപ്പെടാനായിട്ട് ഇടയായി തീർന്നു. ഇതുപോലെ തന്നെ മറ്റൊരു പ്രശ്നം നമുക്ക് ഈ എഫ്രൈമ്യർ 12-ാം അധ്യായത്തിൽ ചെയ്യുന്നത് കാണാൻ കഴിയും. എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ വായിക്കുന്ന എഫ്രൈമ്യരെല്ലാം കൂടെ ഒന്നിച്ചുകൂടി വടക്കോട്ട് ചെന്ന് ഇഫ്താഹിനോട്
നീ അമ്മോനിയരുടെ യുദ്ധം ചെയ്യുവാൻ പോയപ്പോൾ കൂടെ പോരേണ്ടതിന് ഞങ്ങളെ വിളിക്കാഞ്ഞത് എന്ത് എന്ന് ഞങ്ങൾ നിന്നെ അകത്തിട്ട് വീടിന് തീ വെച്ച് ചുട്ടുകളയുമെന്ന് പറഞ്ഞു. ഇവിടെ ഈ എഫ്രൈമ്യർ ഒന്നിച്ചുകൂടി വടക്കോട്ട് ചെന്ന് ഇഫ്താഹിനോട് നീ അമ്മോനിയരോടും യുദ്ധം ചെയ്യുവാനായിട്ട് പോയപ്പോൾ കൂടെ പോരേണ്ടത് ഞങ്ങളെ വിളിക്കാഞ്ഞത് എന്തെന്ന് പറഞ്ഞു. ഇഫ്താഹ് അവരോട്, എനിക്കും എൻ്റെ ജനത്തിനും അമ്മോനിയരോട് വലിയ കലഹമുണ്ടായി. ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ നിങ്ങൾ അവരുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ചില്ല. നിങ്ങൾ എന്നെ രക്ഷിക്കുകയില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ എൻ്റെ ജീവനെ ഉപേക്ഷിച്ചുകൊണ്ട് അമ്മോന്യരുടെ നേരെ ചെന്നു. യഹോവ അവരെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഇങ്ങനെ ഇരിക്കെ നിങ്ങൾ എന്നോട് യുദ്ധം ചെയ്യുവാൻ ഇന്ന് എൻ്റെ നേരെ വരുന്നത് എന്ത് എന്ന് പറഞ്ഞു. നോക്കുക, ഈ ഇഫ്താഹിനോട് ഇപ്പോൾ അവർ വഴക്കിടാനായിട്ട് വരികയാണ്. അപ്പോൾ ഇവിടെ ഈ ഇഫ്താഹ് അതുപോലെ ലോകപ്രകാരം വളരെ പ്രീതിയുള്ളവനാണ്, വളരെ കീർത്തിയുള്ളവനാണ്. അപ്പോൾ ആ നിലയിൽ അവന് നല്ല ഉൾക്കാഴ്ചയുള്ളവനാണ്. എന്നാൽ എഫ്രൈമ്യർ അവനെ പുച്ഛിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ട് അവരിടപെടുമ്പോൾ ദൈവം ഈ എളിയവനായിരിക്കുന്ന ഇഫ്താഹിനോടും ഇടപെടുന്നത് നമുക്ക് കാണാണ്ട് കഴിയും. അതുകൊണ്ട് തങ്ങളിൽ കൂടെ അല്ലാതെ നേട്ടങ്ങൾ ഉണ്ടാക്കിയാൽ അത് അംഗീകരിക്കുവാനായിട്ട് എഫ്രൈമ്യർക്ക് മനസ്സില്ല. ഫിലിപ്പിയനിൽ നമ്മൾ ചിന്തിച്ചത് മറ്റൊരുവനെ എന്ത് ചെയ്യണം, ശ്രേഷ്ഠനായിട്ട് എണ്ണണം എന്നാണ്. എന്നാൽ അതിനുള്ളതായ ആ മനസ്സ്, ആ മനക്കരുത്ത് എഫ്രൈമ്യർക്ക് ഇല്ലായിരുന്നു. ഇതാണ് നമ്മൾ മുമ്പേ ചിന്തിച്ചത്. ഇങ്ങനെയുള്ള ദൈവീയ അനുഗ്രഹത്താൽ എന്ത് ചെയ്തു, എഫ്രൈം അങ്ങ് അഹങ്കരിക്കുവാനിടയായി. അതുകൊണ്ട് എഫ്രൈമിൻ്റെ വീഴ്ചയുടെ കാരണം തങ്ങളുടെ ഉയർച്ചയിലുണ്ടായ അഹങ്കാരമാണ്. ഈ അഹങ്കാരത്താൽ അവരെന്തെല്ലാം ചെയ്തെന്നാണ് വായിക്കുന്നത്. ഒരു മദ്യപാനികളായി, മത്തുപിടിച്ചു, വിഗ്രഹാരാധന ചെയ്യുന്നു, പരസംഗം ചെയ്യുന്നു, ദൈവകൃപയിൽ നിന്നും പടിപടിയായിട്ട് വീണു പോകുന്നതായിട്ട് നമുക്ക് കാണാണ്ട് കഴിയും. അതെ, അധികമായിട്ട് താന്നു പോവുകയാണ്. എന്നാൽ ഹോശേയ പ്രവചനം 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ എഫ്രൈമിനെ സംബന്ധിച്ച് പറയുന്നത്, അത് 1 അതിൻ്റെ 7-ന്റെ 8-ാമത്തെ വാക്യം, എഫ്രൈം ജാതികളോട് ഇടകലർന്നു, എഫ്രൈം മറിച്ചിടാത്ത ദോശയാകുന്നു. നോക്കുക, അവനെക്കുറിച്ചുള്ള ഒന്നാമത്തെ പ്രസ്താവന 7-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുകയാണ്. എന്താണ്? എഫ്രൈം ആരാണ്? എഫ്രൈം മറിച്ചിടാത്ത ദോശയാണ്. അതുകൊണ്ട് 7-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 10 വരെയുള്ള വേദഭാഗം പഠിക്കുമ്പോൾ എഫ്രൈമിൻ്റെ സ്വയനീതി നമുക്ക് കാണാണ്ട് കഴിയും. അവൻ മറിച്ചിടാത്ത ദോശയാണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ 7-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ എഫ്രൈമിനെ കുറിച്ച് പറയുന്ന ഒരു പ്രസ്താവന, അവൻ മറിച്ചിടാത്ത ദോശ എന്ന് പറഞ്ഞാൽ ഒരു വശം വെന്തതാണ്, മറുവശം പച്ച ചുവയ്ക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഒരു വശം സ്വയനീതിയാണ്, മറുവശം പച്ചയായ ദുഷ്ടതയാണ്. ഒരു വശം എന്ന് പറയുന്നത് അബ്രഹാമിൻ്റെ സന്തതികൾ, മറുവശം ജാതികളോട് ഇടകലർന്നു വേഗാതെ കിടക്കുന്നു. ഒരു വശം എന്ത് ചെയ്യാണ്, കിടക്കയിൽ വെച്ച് മുറയിടുന്നു, മറുവശം ഹൃദയനുറുക്കത്തോടെ അല്ലതാനും. 7-ാം അധ്യായം 14-ാമത്തെ വാക്യം നോക്കുക. അപ്പക്കാരൻ പുളിക്കുവോളം തീ കരികെ വെച്ച് മാവ് കൊണ്ട് ചുട്ട് മറിച്ചിടാത്ത ദോശ പോലെ എഫ്രൈം എന്തിയാണ്, അത് ആ ഗോത്രം അങ്ങനെ മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ഇങ്ങനെയുള്ളവരെ എന്ത് ചെയ്യും, കർത്താവ് എന്ത് ചെയ്യുമെന്നാണ് വായിക്കുന്നത്, അവൻ ഉമിണ്ണ് കളയുമെന്നാണ് എഴുതിയിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം 3-16-ാമത്തെ വാക്യത്തിൽ. ഉണ്ട് അതിനെക്കുറിച്ചുള്ള ഒന്നാമത്തെ പ്രസ്താവനയാണ് മറിച്ചിടാത്ത ദോശ എന്ന് പറഞ്ഞാൽ അവരുടെ സ്വയനീതിയാണ് നമുക്ക് കാണാണ്ട് കഴിയുന്നത്. അപ്പോൾ ദൈവം എന്ത് ചെയ്യും, ദൈവം ഈ എഫ്രൈമിൻ്റെ സ്വയനീതി കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, സ്വയനീതിയിൽ അവർ പ്രശംസിക്കുകയാണ്. ഇസ്രായേലിയരുടെ കഷ്ടതയിൽ ദൈവം അവരെ ചികിത്സിച്ചപ്പോൾ എഫ്രൈമിൻ്റെ ദുഷ്ടത ഇവരെ മൂടിയിരിക്കുന്നു എങ്കിൽ തന്നെയും സ്വയം നീതിയാൽ അവർ എന്ത് ചെയ്യാണ്, സംതൃപ്തി അടയുകയാണ്.
7-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം വായിച്ചാൽ അറിയാം, അവരുടെ ദുഷ്ടതയൊക്കെയും ഞാൻ ഓർക്കുന്നു എന്ന് അവർ മനസ്സിൽ വിചാരിക്കുന്നില്ല. ഇപ്പോൾ അവരുടെ സ്വന്തം പ്രവൃത്തികൾ അവരെ ചുറ്റിയിരിക്കുന്നു, അവ എൻ്റെ മുമ്പാകെ ഇരിക്കുന്നു. നോക്കുക, ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന അവിടെ എന്ത് ചെയ്യണം? സ്വയനീതിയാണ് ഇവിടുത്തെ വിഷയം. അതുമാത്രമല്ല, നാം താഴോട്ട് വായിക്കുന്നവർ എല്ലാവരും വ്യഭിചാരികളാകുന്നു, അപ്പക്കാരൻ ചൂടുപിടിപ്പിക്കുന്ന അപ്പക്കാരെ പോലെ ഇരിക്കുന്നു, മാവ് കുഴച്ചത് മുതൽ അത് പുളിക്കുവോളം തീയുടെ അരികിൽ ഇരിക്കുകയാണ് എന്നാണ് 4-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത് അവരുടെ സ്വയനീതിയുടെ ചിത്രമാണ്. പുളിപ്പിനെ കുറിച്ച് നമ്മൾ വായിക്കുകയാണ് 7-ാം അധ്യായം 4. ഇപ്പോൾ നമ്മൾ വായിച്ചിട്ട് അവരുടെ അത് പുളിച്ച് തീരുവോളും. അപ്പോൾ പുളിപ്പ് 7-4 പുളിപ്പിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇസ്രായേലിലെയും വിശേഷാൽ എഫ്രൈം ഗോത്രത്തിലെ പാപത്തിൻ്റെ അവസ്ഥയെ വെളിപ്പെടുത്തിയാണ് പുളിപ്പ് എന്ന് പറഞ്ഞാൽ. ചീർത്തിരിക്കുന്ന അവസ്ഥയാണല്ലോ പുളിപ്പ്, അഥവാ ഉള്ളതിലും കൂട്ടിക്കാണിക്കുന്ന അവസ്ഥ. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 12-ാമത്തെ വാക്യം പഠിക്കുന്ന ഒരു വേദപഠിതാവിന് മനസ്സിലാക്കാൻ കഴിയും. 2 ദുഷിച്ച ഉപദേശത്തെയാണ് കാണിക്കുന്നത്. അതും മത്തായി 16-12 കാണിക്കുകയാണ്. അപ്പോൾ ചീർത്തിരിക്കുന്ന അവസ്ഥയും ദുഷിച്ച ഉപദേശത്തെയാണ് ഈ പുളിമാവ് കാണിക്കുന്നത്, അഥവാ പഴയ മനുഷ്യനെയാണിത് കാണിക്കുന്നത്. 1 കൊരിന്ത്യർ 5-7 വാക്യം. അപ്പോൾ ആ പഴയ മനുഷ്യൻ എന്തെല്ലാം ദോഷമാണ് ചെയ്യുന്നതെന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് ദുഷ്ടതയും തിന്മയും കാണിക്കുന്ന മാവാണ്. അതുമാത്രമല്ല, ഇത് ഭിന്നതയെ കാണിക്കുന്നു. മാവും കൂടി ചീർപ്പിച്ച് അന്യോന്യം അകറ്റുന്നതാണല്ലോ പുളിപ്പ്. മാവും കൂടി ചീർപ്പിച്ച് അന്യോന്യം അകറ്റുന്നതാണല്ലോ പുളിപ്പെന്ന് പറയുന്നത്. ഗലാത്യ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യവും 10-ാമത്തെ വാക്യവും പഠിക്കുന്ന ഒരു വേദപഠിതാവിന് ആ കാര്യം മനസ്സിലാക്കാൻ കഴിയും. എന്താണ് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 9ഉം 10ഉം വാക്യങ്ങൾ എന്താണ് അവിടെ അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഒന്ന് വായിച്ചു കേൾക്കുന്നത് നന്നായിരിക്കും. 5-ാം അധ്യായത്തിൻ്റെ 9ഉം 10ഉം വാക്യം അവിടെ വായിക്കുക എങ്ങനെയാണ്? അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു, നിങ്ങൾക്ക് ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാകുകയില്ല എന്ന് ഞാൻ കർത്താവിൽ ഉറച്ചിരിക്കുന്നു. എന്നാൽ നിങ്ങളെ കലക്കുന്നവരാരായിരുന്നാലും ശിക്ഷ ചുമക്കും. അടുത്ത വാക്യം നമ്മൾ വായിക്കുന്നത്, നിങ്ങളെ കലഹിപ്പിക്കുന്നവൻ അംഗച്ഛേദം ചെയ്തുകൊണ്ടാൽ കൊള്ളായിരുന്നു. അപ്പോൾ ഈ പുളിപ്പ് എന്തിനേയും കൂടെ കാണിക്കുകയാണ്? ഭിന്നതയെ കാണിപ്പിക്കുകയാണ്. അപ്പോൾ ആ നിലയിൽ ഭിന്നിപ്പിക്കുന്നവരും ഉണ്ട്. അന്യോന്യം എന്തിയാണ്? മറ്റുള്ളവരെ അകറ്റുന്നവരുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ പെസഹയിൽ പുളിപ്പ് ഉപയോഗിക്കുവാനായിട്ട് അനുവാദമില്ലായിരുന്നു. എങ്കിൽ തന്നെയും പ്രവാചകന്റെ കാലയളവിൽ അവർ പുളിമാവ് പുളിമാവ് കൊണ്ടുള്ള അപ്പം ഭക്ഷിച്ചു, ദൈവത്തോട് പാപം ചെയ്തു. ആ കാര്യം ആമോസിൻ്റെ പ്രവചനത്തിൽ ആ കാര്യം രേഖപ്പെടുത്തുന്നുണ്ട്. ആ കാര്യം കൊണ്ടൊന്ന് വായിച്ച് കേൾപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ആമോസ് 4-ന്റെ 5-ാമത്തെ വാക്യത്തിലാണ് ആ കാര്യം കാണാൻ കഴിയുന്നത്. അവിടെ വായിക്കുന്നത്, പുളിമാവ് കൊണ്ടുള്ള സ്തോത്രയാഗം അർപ്പിക്കുവിൻ. അവിടെ വായിക്കുന്നത് പുളിമാവ് കൊണ്ടുള്ള സ്തോത്രയാഗം അർപ്പിക്കുവിൻ. ഇവിടെ പ്രവാചകൻ ആമോസ് ആ കാര്യം ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ആമോസ് പ്രവാചകന്റെ കാലത്ത് എന്ത് ചെയ്തു? ഇസ്രായേൽ പുളിപ്പുള്ള അപ്പം ഉണ്ട് അവർ ആ പെസഹ ആചരിച്ചതിനെ കുറിച്ച് വായിക്കുന്നു. ഇതിനാൽ യേശുക്രിസ്തുവും അപ്പോസ്തലന്മാരും പുളിപ്പിന് എതിരായി സംസാരിക്കുന്നത്. പുളിപ്പ് പാടില്ല. യേശുക്രിസ്തു കർശനമായിട്ട് മത്തായിയുടെ സുവിശേഷത്തിൽ അതിനെ എതിർത്തതാണ്. അപ്പോസ്തലനായ പൗലോസും കൊരിന്ത്യലേഖനത്തിൽ നമ്മോട് ഓർപ്പിക്കുകയാണ്, അസാരം പുളിമാവാണ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നത്, അഴുക്കാക്കുന്നത്. അതുകൊണ്ട് സഭയിൽ പുളിമാവ് പാടില്ല എന്നുള്ള കാര്യം നമ്മെ ഓർപ്പിക്കുകയാണ്. പുളിമാവ് എന്തിനെയൊക്കെയാണ് ഓർപ്പിച്ചത്? പുളിമാവ് ചീർത്തിരിക്കുന്ന അവസ്ഥയാണ്. പുളിമാവ് ഉപദേശത്തെ കാണിക്കുകയാണ്, അതുപോലെ തിന്മയെ കാണിക്കുകയാണ്. പുളിമാവ് ഭിന്നതയെ കാണിക്കുകയാണ്. ഇതൊന്നും
ദൈവസഭയിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ എഫ്രൈമിനെ സംബന്ധിച്ച് എഫ്രൈം ഈ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് എന്ന് പ്രവാചകൻ ഓർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ അനുഗ്രഹം മുഴുവനും പിടിച്ചു പറ്റിയ ഈ എഫ്രൈമിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ളതായ കാര്യങ്ങളുണ്ടായി. അവനെ ദൈവം ആ നിലയിൽ, അത് ബലഹീനനായ അവനെ ദൈവം ചെയ്തു. ദൈവം ഏറ്റവും ശ്രേഷ്ഠമായ നിലയിലേക്ക് കൊണ്ടുവന്നിട്ട് അവൻ ഈ നിലയിൽ താഴ്ചയിലേക്ക് വന്നത് അത്ര ദുഃഖകരമായ കാര്യമായി. ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ അനുഗ്രഹിക്കുമ്പോൾ നാം ദൈവസ്ഥയിൽ താഴുകയും വിനയമുള്ളവരായി തീരുകയും തങ്ങളെക്കാൾ മറ്റുള്ളവരെ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊണ്ട് മുൻപോട്ട് പോകാൻ, അത് സ്വന്തം ഗുണമല്ല മറ്റുള്ളവരുടെ ഗുണം കൂടെ അന്വേഷിക്കുവാൻ, സഭയുടെ അനുഗ്രഹത്തെ മുൻനിർത്തി പ്രവർത്തിക്കുവാൻ, ജീവിക്കുവാൻ അത് നിങ്ങൾക്ക് ഇടയായി തീരണം. എഫ്രൈമിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്കങ്ങനെ കാണാൻ കഴിയുകയില്ല. തൻ്റെ പിതാവ് പറഞ്ഞത് എൻ്റെ സങ്കടദേശം തന്നെ ദൈവം വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാണ് അവന് എഫ്രൈം എന്നുള്ള നല്ല പേരൊക്കെ ഇടാനിടയായത്. എന്നാൽ പിതാവിനെ ദുഃഖത്തിലേക്ക് കൊണ്ടുവന്ന സ്ഥിതിയാണ് ഇപ്പോൾ എഫ്രൈമിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ അനുഗ്രഹിക്കപ്പെട്ട ചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ തെല്ല് മാനസാന്തര അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നതിനും യഥാസ്ഥാപനപ്പെട്ട് കർത്താവിന് കൂടുതൽ പ്രയോജനപ്പെടുന്നതിനും ഇടയായി തീരട്ടെ. അവൻ്റെ വലിയൊരു നാമം ഇന്നു മുതൽ എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.